HDFC സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ഏറ്റവും ബെസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് HDFCയുടെ ഈ ഒരു സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡാണ്. HDFCയുടെ ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാർഡായിരുന്നു മില്ലേനിയ എന്ന് പറയുന്നത്. എന്നാൽ സ്വിഗ്ഗി കാർഡ് വന്നതിന് ശേഷം മില്ലേനിയ കാർഡിനെ അധികം ആർക്കും തന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അധികം ആരും ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു കാർഡ് ഫ്രീ അല്ല, ആനുവൽ ചാർജ് വരുന്നുണ്ട്. 500 രൂപയാണ് ആനുവൽ ചാർജ് വരുന്നത്. 500 രൂപയും GSTയും വരുന്നതാണ്. പക്ഷേ ഒരു വർഷത്തിൽ 2 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ ആ ഒരു കാർഡ് വെച്ച് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആനുവൽ ചാർജ് ഒന്നും തന്നെ വരുന്നതല്ല. സ്വിഗ്ഗിയുടെ ആളുകൾ പറയുന്നതനുസരിച്ച് 500 രൂപ നമ്മൾ കൊടുക്കുന്ന ആനുവൽ ഫീസ് നമുക്ക് ആദ്യം തന്നെ മുതലാക്കാൻ കഴിയും. കാരണം 1200 രൂപയുള്ള സ്വിഗ്ഗി വണ്ണിന്റെ മെമ്പർഷിപ്പ് 3 മാസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു കാർഡ് എടുക്കുന്നതിലൂടെ കിട്ടുന്നതാണ്. കാർഡ് എടുത്താൽ മാത്രം പോരാ, അത് ആക്ടിവേറ്റ് ചെയ്യണം. കാർഡ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു പർച്ചേസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിഗ്ഗി വണ്ണിന്റെ മെമ്പർഷിപ്പ് 1200 രൂപയുടെ 3 മാസത്തേക്കുള്ളത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഇതിന്റെ ക്യാഷ് ബാക്കുകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. സ്വിഗ്ഗിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് ഫുഡ് ആയിക്കോട്ടെ, ഇൻസ്റ്റാമാർട്ടിൽ നിന്നായിക്കോട്ടെ, പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ഡൈൻ ഔട്ടിൽ നിന്നായിക്കോട്ടെ, എന്ത് വാങ്ങിക്കുന്ന സമയത്തും അല്ലെങ്കിൽ എന്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്തും 10% ഓഫർ കിട്ടുന്നതാണ്. അതും ഫ്ലാറ്റ് ഓഫറാണ്. എന്ത് വാങ്ങിക്കഴിഞ്ഞാലും ആ ഒരു ഓഫർ ഉണ്ടായിരിക്കും. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. മാക്സിമം 15,000 രൂപയുടെ പർച്ചേസിന് മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ. അതായത് 1500 രൂപ മാത്രമേ മാക്സിമം ഒരു മാസം നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതിൽ തന്നെ 100 രൂപയുടെ താഴെയുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഫുഡാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുകയില്ല. അടുത്തതായിട്ട് 5% ഓഫർ നമുക്ക് കിട്ടുന്നുണ്ട് ഓൺലൈൻ ബ്രാൻഡുകളിൽ നിന്നും വാങ്ങുമ്പോൾ. അതായത് ആമസോൺ, ബുക്ക് മൈ ഷോ, ഊബർ, ഓല, നൈക്ക, H&M അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡുകളിൽ നിന്നും നമ്മൾ സാധനങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 5% ഓഫറും കിട്ടുന്നതാണ്. ഇതിനും ഒരു ലിമിറ്റ് ഉണ്ട്. മാക്സിമം 1500 രൂപ വരെ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ. അതിൽ കൂടുതൽ കിട്ടില്ല. പിന്നെ ആമസോണിൽ നിന്നും ആമസോൺ ഗിഫ്റ്റ് കാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ടായിരിക്കില്ല. ആമസോൺ പാൻട്രിയിൽ നിന്നും നമ്മൾ സാധനങ്ങൾ, പലചരക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതല്ല. പിന്നീട് ഒരു രീതിയിൽ കൂടി നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അത് 1% ക്യാഷ് ബാക്ക് ആണ്. ബാക്കി ഏത് രീതിയിലുള്ള പണമിടപാടുകൾ നടത്തുന്ന സമയത്തും നമുക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടും. ബാക്കി ഏത് രീതിയിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അതിലും കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ HDFC സ്വിഗ്ഗി കാർഡ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, EMI, ഗോൾഡ്, ഫ്യൂവല്, ഗവൺമെന്റ് യൂസസ്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. ഇതല്ലാതെ വേറെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡ് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിലും 1% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നതാണ്. അതും മാക്സിമം 500 രൂപ വരെ നമുക്ക് ഒരു മാസം ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ. ആ ഒരു 500 രൂപ ക്യാഷ് ബാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ 50,000 രൂപ ചിലവാക്കിയിട്ടുണ്ടായിരിക്കണം. അതിൽ കൂടുതൽ ചിലവാക്കി കഴിഞ്ഞാൽ 500ന് മുകളിലേക്ക് നമുക്ക് കിട്ടില്ല. ഈ ഒരു കാർഡ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങുകൾക്കും ലൈഫ് സ്റ്റൈൽ ചെലവുകളെല്ലാം തന്നെ തീർക്കാനും വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഇതിലെ കിട്ടിയിട്ടുള്ള ക്യാഷ് ബാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നും തന്നെയില്ല. നമുക്ക് എത്ര രൂപയാണോ ക്യാഷ് ബാക്ക് ആയിട്ട് വരുന്നത്, ആ ക്യാഷ് ബാക്ക് അടുത്ത മാസത്തെ നമ്മുടെ ബില്ലിൽ നിന്നും മൈനസ് ആയി വരുന്നതാണ്. അതായത് നമുക്കൊരു 3000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തെ ബില്ല് ഒരു 5000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്നും ആ 3000 കുറച്ച് ബാക്കി 2000 രൂപ മാത്രം നമ്മൾ അടച്ചാൽ മതി. പിന്നെ ഇത് മാത്രമല്ല, ആഡ് ഓൺ ആയിട്ട് നമുക്ക് അഗോഡയിൽ നിന്നും റൂമുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് 12% വരെ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഇനി ഈ ഒരു കാർഡ് ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളത് നോക്കിയാലോ. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ മിനിമം മാസം 15,000 രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ എന്തെങ്കിലും കച്ചവടമാണ്, ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വർഷം 6 ലക്ഷം രൂപയുടെ ITR നിങ്ങൾ ഫയൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു HDFCയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചിലർക്കെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേർക്കും അത് റിജക്റ്റ് ആയിട്ടുള്ള കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡ് ആർക്കൊക്കെയാണ് പറ്റുക? ഫുഡ്, ഗ്രോസറീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കി കുറച്ചൊക്കെ ലൈഫ് സ്റ്റൈൽ ചെലവുകൾ കൂട്ടി ജീവിക്കാൻ വേണ്ടി നോക്കുന്നവർക്കാണ് സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡ് പറ്റുക. പിന്നെ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഒന്നും തന്നെ ഈ ഒരു കാർഡിലൂടെ കിട്ടില്ല. കാരണം ഇതൊരു ബേസ് ലെവൽ കാർഡാണ്. ആകെ 500 രൂപ മാത്രമേ ആനുവൽ ഫീസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേറെ ഏത് കാർഡിനെ കുറിച്ച് അറിയണമെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.